ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മാർക്കോയെയും ലോപ്പസിനെയും കാണാനായിട്ട് എത്തുന്ന കണ്ണൻ സിദ്ധിയായിട്ടുള്ള അമ്മയുടെ വാക്കുകൾ കൂടി ഓർമ്മിച്ചുകൊണ്ട് ഞാനാണ് മഹാലക്ഷ്മിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛനെന്ന് ഇത്രനാൾ മനസ്സിൽ മൂടിവെച്ച മഹാരഹസ്യം തുറന്നടിച്ചുവെന്നും വിഷുവായിട്ട് ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് അവർക്കൊക്കെ കിട്ടിയിരിക്കുന്നതെന്നും ഉണ്ണി കുറേ നാളായിട്ട് സംശയം ഉള്ളിൽ വെച്ച് എൻ്റെ പുറകെ തന്നെ ആയിരുന്നു എന്നും പറയുമ്പോൾ അതേതായാലും നന്നായി. സാറിൻ്റെ വ്യക്തിത്വം പണയം വെച്ച് ഇങ്ങനെയൊരു നാടകം കളിക്കുന്നതിനോട് ഞങ്ങൾക്കും വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. എന്തായാലും ഇതറിഞ്ഞ് ഞെട്ടി നിൽക്കുന്ന ഉണ്ണിയെയും കരുണയും സാറിൻ്റെ രണ്ടാനമ്മയൊന്നും കാണാൻ പറ്റിയില്ലല്ലോ എന്ന് പറയുന്നുണ്ട് മാർക്കോ. പ്രസവം വരെ അയാളെ ലേഖയുടെ അടുത്ത് നിർത്താൻ തന്നെയാണ് തീരുമാനമെന്നും ലേഖയെ പോലെ അയാളെ നോക്കാനായിട്ട് മറ്റാർക്കും കഴിയില്ല എന്നും കണ്ണൻ പറയുന്നുണ്ട്. സാറിനി കമലേശ്വരത്ത് ഒറ്റയ്ക്കാണ്, അതുകൊണ്ട് സൂക്ഷിക്കണമെന്നും പ്രതാപൻ്റെ കാര്യമൊക്കെ സാറിൻ്റെ അച്ഛൻ നോക്കിക്കോളും. സാറൊരു വാക്ക് പറഞ്ഞാൽ മതി, ഉണ്ണിയെ ചവിട്ടിക്കൂട്ടി ഒരു മൂലയ്ക്ക് ഇരുത്താമെന്നെല്ലാം മാർക്കോ പറയുമ്പോൾ തൽക്കാലം അതൊന്നും വേണ്ട. ഇപ്പോൾ എനിക്ക് നേരെ എന്തെങ്കിലും ഒരു ചതി വന്നു കഴിഞ്ഞാൽ അത് ഒറ്റയ്ക്ക് നേരിടാനുള്ള ആരോഗ്യം നിങ്ങളെപ്പോലെ തന്നെ എനിക്കുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. അനന്തുവിൻ്റെ വീട്ടിൽ നിന്ന് സഹായിക്കാനായിട്ട് വിളി വന്നാൽ നിങ്ങളൊക്കെ ഓടിച്ചെല്ലണമെന്നും കണ്ണൻ പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ മാർക്കോയോടും ലോപ്പസിനോടും. പിന്നീട് കമലേശ്വരത്ത് പോയി കുറച്ച് ദിവസം താമസിക്കണം എന്നൊക്കെ കരുതി സന്തോഷിച്ചിരിക്കുന്ന പ്രതാപനെയും മുത്തശ്ശിയുടെയും ആ സന്തോഷമെല്ലാം തള്ളിക്കെടുത്തിക്കൊണ്ട് കരുണ വന്ന് ഞെട്ടിക്കുന്ന വാർത്ത അവരെ അറിയിക്കുന്നു. കമലേശ്വരത്തെ വലിയേട്ടനാണ് ലക്ഷ്മിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛനെന്നും നേരത്തെ ഞങ്ങൾ ഭയന്നതുപോലെ എല്ലാം സംഭവിച്ചു എന്നും കരുണ പറയുന്നുണ്ട്. ഇതേ സമയം ഇതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് അവിടേക്ക് വരുന്ന മോഹിനിയെ നോക്കി എൻ്റെ അമ്മ എന്ന് പറയുന്ന ഇവരുകൂടി അറിഞ്ഞുകൊണ്ടായിരുന്നു ഈ നാടകം കണ്ണനും ലക്ഷ്മിയും തമ്മിൽ വേർപിരിഞ്ഞു എന്ന് കരുതി നമ്മൾ സന്തോഷിച്ചപ്പോഴൊക്കെ ഇവരുള്ളിൽ ചിരിച്ചു കാണും. ഇവരെൻ്റെ അമ്മയൊന്നുമല്ല, ഇവർ മരിച്ചു കാണാനാണ് മരിച്ചു എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം അമ്മയാണെന്ന് പോലും നോക്കാതെ മോഹിനിയുടെ തലമുടിയിൽ കയറി കുത്തിപ്പിടിക്കുന്നൊരു ഞെട്ടിക്കുന്ന ക്രൂരത ചെയ്യുന്നുണ്ട് കേട്ടോ കരുണ. തുടർന്ന് നീ നിൻ്റെ മൂത്ത മോൾക്ക് വേണ്ടി ഇളയ മോളെ ചതിക്കാൻ കൂട്ടുനിന്നു അല്ലേടി, കരുണമോളുടെ കണ്ണീര് കാണാനല്ലേ നീ എന്നും ആഗ്രഹിക്കുന്നത് എന്നെല്ലാം പ്രതാപനും മുത്തശ്ശിയും മോഹിനിയുടെ നേരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുമ്പോൾ എൻ്റെ മോളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി കാത്തിരുന്നവളല്ലേടി നീ. അങ്ങനെയുള്ള നിങ്ങൾ അത് കണ്ണൻ്റെ കുഞ്ഞാണെന്നും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞ് ജനിക്കാൻ നിങ്ങളൊക്കെ അനുവദിക്കുമോ? അതുകൊണ്ടാണ് എൻ്റെ മോളുടെ മോളെയും ചേർത്ത് മറ്റു പലരുടെയും പേരുകൾ നിങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങളതെല്ലാം മിണ്ടാതെ കേട്ട് സഹിച്ചത് എന്ന് കണ്ണീരോടുകൂടി പറയുന്നുണ്ട് കേട്ടോ മോഹിനി. ശേഷം ഏതായാലും ഇത് വലിയൊരു ചതിയായി പോയല്ലോ മോളെ എന്ന് പ്രതാപനും മുത്തശ്ശിയും പറയുമ്പോൾ നമ്മളൊന്നിനും കൊള്ളില്ല എന്ന് കരുതിയ ഉണ്ണിയേട്ടൻ തന്നെയാണ് അവരുടെ നാടകം പൊളിച്ചത്. എല്ലാത്തിൻ്റെയും മാസ്റ്റർ ബ്രെയിൻ അയാളാണ് കമലേശ്വരത്തെ കാട്ടാളൻ കണ്ണൻ എന്ന് കരുണ പറയുമ്പോൾ വയസ്സുകാലത്ത് എന്നെ പോലും സ്റ്റേഷനിൽ കയറ്റിയില്ലേ, അതൊക്കെ അവൻ്റെ ബുദ്ധിയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. എല്ലാം കൂടി ഓർത്തിട്ട് എനിക്ക് തലയൊക്കെ പുകയെ മുത്തശ്ശി എന്ന് കരുണയും പറയുന്നുണ്ട്. തുടർന്ന് മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ ഞങ്ങളെ എല്ലാവരെയും അവിടെ നിന്നും ഇറക്കി വിടുമെന്നാണ് അയാളുടെയും അവളുടെയും ഭീഷണി. അച്ഛൻ കാരണം എനിക്കിപ്പോൾ അവളുടെ മുൻപിൽ അധികമൊന്നും സംസാരിച്ച് പിടിച്ചു നിൽക്കാനും കഴിയില്ല. എങ്ങാനും അവളെല്ലാ സത്യവും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി എല്ലാം തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് കരുണ കലിതുള്ളുമ്പോൾ നമ്മളങ്ങനെ തോറ്റു കൊടുക്കാനൊന്നും പാടില്ല മോളെ. ഉണ്ണിക്കുട്ടൻ ഇത്രയൊക്കെ സാധിച്ചില്ലേ, ഇനി അവനെയും അവളെയും ആ കുഞ്ഞിനെയും ഇല്ലാതാക്കാനായിട്ട് ഉണ്ണിക്കുട്ടൻ വിചാരിച്ചാൽ സാധിക്കും. മോൾ അതിന് വേണ്ടിയിട്ട് അവൻ്റെ കൂടെ നിൽക്കണം. ഇപ്പോൾ കണ്ണനാണെങ്കിൽ അവിടെ ഒറ്റയ്ക്കാണ്, പോരാത്തതിന് അവൻ വീൽ ചെയറിലും. ഉണ്ണി വിചാരിച്ചു കഴിഞ്ഞാൽ അവനെ നിഷ്പ്രയാസം ഈ ലോകത്ത് നിന്ന് തന്നെ പറഞ്ഞു വിടാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കരുണയെ സമാധാനിപ്പിച്ച് നിർത്തുകയാണ് പ്രതാപനും മുത്തശ്ശിയും. പിന്നീട് കാണിക്കുന്നത് വാമൻ കമലേശ്വരത്ത് എത്തുന്നു. എന്തായാലും കണ്ണൻ്റെ തല ഒരു 1.5 തലയാണെന്നും നമ്മളെയൊക്കെ ഇത്ര നാൾ കബളിപ്പിക്കാനായിട്ട് അവന് കഴിഞ്ഞില്ലേ, ഇപ്പോൾ കണ്ണൻ്റെ സ്വത്തിന് അവകാശികൾ കൂടി വരികയാണ്. നാളെ ആ കുഞ്ഞ് ജനിക്കുന്നതോടുകൂടി അവൻ്റെ എല്ലാ സ്വത്തിനും അവകാശി ആ കുഞ്ഞായിരിക്കുമെന്നെല്ലാം വാമൻ പറയുമ്പോൾ വിശ്വേട്ടനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു, എനിക്കും എൻ്റെ മോനും ഒന്നും ഇങ്ങനെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിൽക്കേണ്ടി വരില്ലായിരുന്നു എന്നെല്ലാം ദുർഗ പറയുമ്പോൾ ആ ലോറി ഡ്രൈവർ എന്നെങ്കിലും എൻ്റെ കയ്യിൽ കിട്ടും, അന്ന് ഞാൻ കണക്ക് തീർക്കുമെന്ന് ഉണ്ണിയും പറയുന്നത് കേട്ട് വല്ലാതാവുന്നുണ്ട് വാമൻ. തുടർന്ന് ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മോനെ, ഇനിയാണ് നമ്മൾ ബുദ്ധിപൂർവ്വം കളിക്കേണ്ടത്. അവൻ ബുദ്ധി വെച്ചാണ് കളിച്ചതെങ്കിൽ അതേ അടവ് തന്നെ നമ്മളും പ്രയോഗിക്കണമെന്ന് പറയുമ്പോൾ അമ്മാവൻ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ഉണ്ണി ചോദിക്കുമ്പോൾ തൽക്കാലത്തേക്ക് അവനോട് സന്ധി ചെയ്ത് സ്നേഹത്തിൽ നിൽക്കുന്നതാണ് നല്ലത്. അവനെ സ്നേഹിക്കുന്നതായിട്ട് നമ്മളും അഭിനയിക്കണം. വെറുതെ അഭിനയിച്ചാൽ മാത്രം പോരാ, കണ്ണൻ്റെ വിശ്വാസം നേടിയെടുക്കണം. അവിടെയാണ് മിടുക്ക് കാട്ടേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് വാമൻ ബുദ്ധി ഉപദേശിച്ച് കൊടുക്കുന്നുണ്ട് ദുർഗയ്ക്കും ഉണ്ണിക്കും. ഞാൻ ഏതായാലും അവനെ ഒന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് വാമൻ കണ്ണനെ കാണാനായിട്ട് മുറിയിലേക്ക് ചെല്ലുന്നു.
പിന്നീട് വാമൻ പറയുന്നുണ്ട്, ഞാനും അവരുടെയൊക്കെ കൂടി ചിലതൊക്കെ ആഗ്രഹിച്ചു എന്നും പക്ഷേ ഒരു വീഴ്ച സംഭവിച്ചതോടെ എൻ്റെ മനസ്സ് മാറൂ എന്നും നീ ചെയ്തതിൽ ഒരു തെറ്റുമില്ല എന്നെല്ലാം കണ്ണന് മുന്നിൽ അഭിനയിച്ച് തകർക്കുമ്പോൾ അമ്മാവൻ പറഞ്ഞത് 100% ആത്മാർത്ഥതയോടെയാണെങ്കിൽ അമ്മാവന് തന്നെ കൊള്ളാം, അല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് ഞാൻ അമ്മാവൻ്റെ പെങ്ങളോടും മരുമകനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ആരോടും ക്ഷമിച്ചു നിൽക്കാനായിട്ട് ഞാൻ തയ്യാറല്ല. എനിക്കോ മഹിക്കോ കുഞ്ഞിനോ എതിരായിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കുന്നവർക്ക് തിരിച്ചടി ഉടനെ തന്നെ കിട്ടിയിരിക്കുന്നു തന്നെ കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും തൽക്കാലം കണ്ണന് മുന്നിൽ സ്നേഹം അഭിനയിച്ച് നിന്നുകൊണ്ട് ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ കണ്ണനെ ചതിയിലൂടെ കൊലപ്പെടുത്താൻ തന്നെയാണ് ഉണ്ണിയും ദുർഗയൊക്കെ ലക്ഷ്യമിടുന്നത്. അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഉണ്ണി ശ്രമിക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് കണ്ണൻ്റെ കാലുകളുടെ തളർച്ചയൊക്കെ മാറി എന്നുള്ളൊരു ഞെട്ടിക്കുന്ന സത്യവും അവർ തിരിച്ചറിയുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിനായിട്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്